ഹലോ. ഇന്ന് ക്ലാസ്സിലെത്തിയപ്പോഴാണ് അറിഞ്ഞത് സാരി ഡ്രാപ്പിങ്ങിൻ്റെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ഇന്ന്. അപ്പോൾ അതിലെല്ലാവരോടും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനും വേറൊരു കുട്ടിയും മാത്രം സാരി ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് 5 സാരിയൊക്കെ ബോക്സ് ഫോൾഡിങ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ നിന്ന് തന്നെ ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്തത്. അവനെ മോഡലിനൊക്കെ കൊണ്ടാണ് വന്നത്. പക്ഷേ നമ്മൾ മോഡലിനെ അറേഞ്ച് ചെയ്തില്ല, സാരി ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ അടുത്ത് മാം വന്നിട്ട് കുറച്ച് ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ അതിന് വാക്കിന് വില കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. കാര്യം ശരിയാണ്, നമ്മൾ പറഞ്ഞതുപോലെ ചെയ്തില്ല, നമ്മളെ ഭാഗത്താണ് തെറ്റെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഡ്രാപ്പിങ്ങിന് വേണ്ടി റെഡി ആവുകയാണ്. അപ്പോൾ അവനെ അറിയില്ല എന്നൊക്കെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവനെ അറിയില്ലെങ്കിൽ അവന് ഒരു മോഡലിനെ ഒപ്പിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതന്നെ ഒരു വലിയൊരു കാര്യമാണ്. നമ്മളെപ്പോലെ പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടികളല്ലോ അവൻ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത് നമ്മൾ മാഡത്തിനൊരു ലെറ്ററൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഭാഗത്താണല്ലോ തെറ്റ്, അപ്പം നമ്മൾ ലെറ്ററൊക്കെ എഴുതി കൊടുക്കണമല്ലോ. ആ ലെറ്ററൊക്കെ എഴുതി കൊടുത്തിട്ടാണ് നമ്മൾ പുറത്തേക്ക് വന്നത്. പുറത്തേക്ക് വന്നിട്ട് അഞ്ചാൻ്റെ മോഡലാണ് ഇത്. അവൻ കറക്റ്റ് നല്ല വൃത്തിക്ക് സാരി ഉടുപ്പിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടി. പിന്നെ ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞ് നേരെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. എനിക്കൊരു കമ്മൽ വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ നമ്മൾ ഈസ്റ്റ് ഫോർട്ട് പോയിട്ടുണ്ടായിരുന്നു ഈ കമ്മൽ വാങ്ങിക്കാൻ വേണ്ടി. അങ്ങനെ ഞാനിത് കുറേ കമ്മൽ നോക്കി. ബംഗാളി ചേട്ടന്മാരുടെ കമ്മലാണിത്. അങ്ങനെ ഈ കമ്മലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്ന് നേരെ ഇറങ്ങി ചായ കുടിക്കാൻ വിചാരിച്ചു. രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് നമ്മളിത് ചായ കുടിക്കാൻ വന്നത്. പപ്സാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രാമചന്ദ്രനിലെ പപ്സ് ഭയങ്കര ടേസ്റ്റാണ്. നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും ഉണ്ടാകുക. അപ്പോൾ എനിക്ക് ആ പപ്സ് തിന്നാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഇതേ പപ്സ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ ബൈ.